അല്പസമയം നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാനായി യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15 മുതൽ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ എഴുപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിനും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. നമുക്ക് വളരെ പരിചിതമുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ വായിച്ച ഭാഗം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഈ ഭാഗം ഒന്ന് ഉദ്ധരിച്ച് പോകുവാനിടയായിത്തീർന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ഈ ഇഹലോകത്തിലുള്ള ശുശ്രൂഷ കാലയളവ് തികച്ച് ക്രൂശിക്കപ്പെടുവാനായി, യെരുശലേമിൽ ക്രൂശിക്കപ്പെടുവാനായി യേശു കർത്താവ് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യേശു കർത്താവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് യേശു കർത്താവ് പലപ്പോഴായി ശിഷ്യന്മാരോടായി പറഞ്ഞു, നമുക്ക് യെരുശലേമിലേക്ക് പോകാം. യെരുശലേമിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം അവിടെ യഹൂദന്മാരാൽ പിടിക്കപ്പെടും, മനുഷ്യപുത്രനെ ക്രൂശിക്കും, ക്രൂശിച്ചതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത്യാദി കാര്യങ്ങൾ യേശുക്രിസ്തു പലപ്പോഴായി റിപ്പീറ്റഡ്ലി തൻ്റെ ശിഷ്യന്മാരോടായി അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിനൊരു വാക്യം ആധാരമായി വായിക്കാൻ വേണ്ടി 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നാം വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞൊന്നും മാത്രം നിങ്ങളോടുകൂടിയിരിക്കും, നിങ്ങളെന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ശിഷ്യന്മാർ അവർ വളരെയധികം വ്യാകുലപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് വിഷമത്തിലായ ഒരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ 3.5 വർഷത്തോളം യേശുവിനോടൊപ്പം ആയിരുന്നു. അപ്പോൾ 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ശീമോൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നീ എവിടെയാണ് പോകുന്നത്? 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ തോമസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു? അപ്പോൾ കർത്താവ് നേരത്തെ പറഞ്ഞ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണെന്ന്. അതുകൊണ്ട് ഫിലിപ്പോസ് ആ അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ പറയുന്നു, ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ ചിന്താകുലത്തിലായിക്കൊണ്ട്, യേശു കർത്താവ് പോകുകയാണെങ്കിൽ ഇനി ആര് ഞങ്ങളെ നയിക്കും? ഹൂ ഈസ് ഗോയിങ് ടു ലീഡ് us? കഴിഞ്ഞ 3.5 വർഷക്കാലം യേശു ഞങ്ങൾക്ക് വേണ്ടി കരുതി, യേശുവിനോടൊപ്പം സമയം ചെലവഴിപ്പാൻ, യേശുവിനോടൊപ്പം ജീവിപ്പാൻ, യേശു സകല പ്രതിസന്ധികളിലും, അവരുടെ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളിലും യേശുവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്ന് അവരെ ബലപ്പെടുത്തി. ഇപ്പോൾ യേശു കർത്താവ് പറയുകയാണ്,
ഞാൻ പോവുകയാണ്. The question, who is going to lead us? How are we going to live? When we face problems and difficulties in life, who is going to help us and stand with us? അതിന് മറുപടിയായി യേശുക്രിസ്തു ഈ ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗമാണ് ഞാൻ വായിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും നാം ഇപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ദുഃഖത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മെ സഹായിപ്പാൻ ആരുമില്ല എന്ന് തോന്നുന്ന പല സാഹചര്യത്തിലും നാം പലപ്പോഴും പലരിലും ആശ്രയിക്കുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റുള്ളവരോടൊക്കെ, ഇന്ന് ഭയങ്കര ഗ്രൂപ്പൊക്കെ ഉള്ള സമയം അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അടുത്ത സെക്കൻഡിൽ മറുപടി വരും. എന്താ മറുപടി? ഒന്നുകിൽ ഇങ്ങനെ കൈ കൂപ്പിയ ഒരു ചിഹ്നം, അല്ലെങ്കിൽ പ്രേ. സത്യത്തിൽ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഇവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായി, നമ്മോടായി, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി സമയത്തും നമ്മോട് കൂടെ ഇരിപ്പാനായി നൽകിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ ഭാഗത്ത് കാണുവാൻ നമുക്ക് കഴിയും. ഏറ്റവും സഭയിൽ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അധികം ആരും ആഴത്തിൽ പഠിപ്പിക്കാത്തൊരു സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവെന്ന വ്യക്തി ആരാണെന്നുള്ളത്. പലപ്പോഴും നാം പരിശുദ്ധാത്മാവെന്ന പേര് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇതൊരു വെറും ആത്മാവെന്ന് ഉദ്ദേശിച്ചത് ഒരു വ്യക്തിത്വമില്ലാത്ത, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, വ്യക്തിത്വം ഇല്ലാത്ത ഒരു വസ്തു അല്ലേ? അങ്ങനെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. തമിഴിലാണെങ്കിൽ ആവിയാണവരെ എന്നും കൂടെ പറയുമെന്ന് തോന്നുന്നില്ലേ? അങ്ങനെയോ? കാരണം അതിനകത്തൊരു പേഴ്സണാലിറ്റി ഉണ്ട്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് Holy Spirit is something that we got in order to use for ourselves. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നമുക്ക് എടുത്തുപയോഗിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന ഒരു വസ്തുവാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇംപേഴ്സണൽ ബീയിങ് എന്ന് പറയുമ്പോൾ വ്യക്തിത്വമില്ലാത്ത ഒരു 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 ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത പലപ്പോഴും കടന്നു വരുന്നത്. പക്ഷേ ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് പോലും പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. നാം വായിച്ച ആ ഭാഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും, ലോകം അവനെ കാണുകയും. പലപ്പോഴും നമ്മൾ ഈ മലയാളത്തിൽ ദൈവത്തെ അവനെ എടാക്കൂടാ എന്നൊക്കെ വിളിക്കുന്ന ശബ്ദങ്ങളിൽ എനിക്കും അത്ര ഇതില്ല. പക്ഷേ ആ വാക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ നല്ലതാണ്, ഹി അല്ലേ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വായിക്കുമ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കെന്താണെന്ന് ചോദിച്ചാൽ ഹി ഈസ് എ പേഴ്സൺ. ആരാണ് ഈ വ്യക്തി? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു, തൃത്വം. ബൈബിളിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് പഠിപ്പിക്കാൻ, അത് മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രിനിറ്റി, ത്രിയേക ദൈവം എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ. അതിന് ചെറിയൊരു ഉദാഹരണമായി പെട്ടെന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് ട്രയാങ്കിൾ അറിയാം അല്ലേ? ത്രികോണം അറിയത്തില്ല? ത്രികോണം. അപ്പോൾ ആ ത്രികോണം എന്ന് പറയുന്നത് അത് ആ 3 എഡ്ജ് ഉണ്ടല്ലോ, ടോപ്പ് ഗോഡ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്.
പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ആ ദൈവമാണ്. അതിനോടൊപ്പം തന്നെ ഈ മൂന്ന് വ്യക്തികൾക്കും ഈ ദൈവത്വത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കുവാനുള്ള റോളുണ്ട്. പ്രത്യേകമായി പ്രവർത്തിക്കുവാനുള്ള റോൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, സൃഷ്ടി മുതൽ, സൃഷ്ടിയുടെ ആരംഭത്തിൽ, സൃഷ്ടി 1-ാം വാക്യം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും, പരിശുദ്ധാത്മാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പിന്നെ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ നമുക്ക് ഈ തൃത്വത്തിൻ്റെ ഒരു വെളിപ്പാട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പിതാവാം ദൈവത്തെയും പുത്രനായ ക്രിസ്തുവെയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് വെറൊരു ശക്തിയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് ദൈവമാകുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവല്ല പരിശുദ്ധാത്മാവ്. പിന്നെ പരിശുദ്ധാത്മാവിനെ എന്തിനു നൽകി എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇതെൻ്റെ പ്രധാന വിഷയമല്ല. പ്രധാന വിഷയം പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിനെ ആസ്പദമാക്കി എന്ന് ദൈവവചനത്തിൽ കൂടെ അല്പകാര്യങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പാരാക്ലീറ്റോസ് എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ അതിനെ കാര്യസ്ഥൻ എന്ന വാക്കായിട്ടാണ് പലപ്പോഴും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ആ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു അനദർ കംഫോർട്ടർ. എന്നിട്ട് കൗൺസിലർ, ഹെൽപ്പർ, ഇൻ്റർസെസർ, അഡ്വക്കേറ്റ്, സ്ട്രെങ്തനർ ആൻഡ് സ്റ്റാൻഡർ. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. എന്നിട്ട് ആ വാക്ക് പല ബൈബിളുകളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാര്യസ്ഥൻ എന്ന് മാത്രമല്ല, മലയാളത്തിൽ മാത്രമേ ആ കാര്യസ്ഥൻ എന്നുള്ളൊരു വാക്കുകൾ പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ. ഓരോ ഇംഗ്ലീഷ് വേർഷനിൽ ആ ബൈബിളിലെ ആ വാക്യം എടുത്ത് നോക്കിയാൽ പാരാക്ലീറ്റോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഒറ്റ വാക്കുകൊണ്ട് പരിമിതപ്പെടുത്തി പറയുവാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരു ആശ്വാസദായകനാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശം നൽകുന്ന ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്ന വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു അഡ്വക്കേറ്റിന് തുല്യമായ. അവിടെയാണ് മലയാളം വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന കാര്യസ്ഥൻ. പലപ്പോഴും കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വക്കേറ്റായിട്ട് തോന്നാറില്ല, അല്ലേ? കാര്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് തോന്നത്തില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ മലയാളത്തിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ കാര്യസ്ഥൻ. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിവിധ ഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ ശക്തീകരിക്കുന്ന വ്യക്തി. ഏറ്റവും ലാസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മോടൊപ്പം ഏത് സമയത്തും കൂടെ ഇരിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. ഇതെല്ലാം ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ ദൈവത്തെ അതിൻ്റെ ആഴത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രതിസന്ധികളാൽ
കൂടെയുണ്ടെന്നുള്ള കാര്യം. ഹല്ലേലൂയ. ഈ വാക്കുകളിൽ നിന്ന് 3 കാര്യങ്ങൾ, 3 വാക്ക് അല്ലെങ്കിൽ 3 ആ പേര്, വിവിധ പേരുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിൽ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പാരക്ലീറ്റോസ്. അതിൽ നിന്ന് 3 വാക്കുകൾ മാത്രം ഞാനിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന് പരിശുദ്ധാത്മാവ് എന്ന വാക്കിന് അല്ലെങ്കിൽ പാരാക്ലീറ്റോസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം കംഫോർട്ടർ അല്ലെങ്കിൽ ആശ്വാസദായകൻ. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആശ്വാസദായകനായി നമ്മുടെ കൂടെ ഇരിപ്പാൻ പിതാവിന്റെ വാഗ്ദത്ത പ്രകാരം പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു അല്ലെങ്കിൽ നൽകി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ജീവിതം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ലൈഫ്. ഇസ് ഇറ്റ് ഈസി? നോ. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കാറുണ്ടെങ്കിലും ഈസി ലൈഫ് അല്ല. ഈ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഈ പോരാട്ടത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ആ ആശ്വാസം നമുക്ക് പ്രാപിപ്പാൻ ഇടയായിത്തീരണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ, നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പെട്ടെന്ന് വായിക്കുകയും ചെയ്യാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. അപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നത് ആരാ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ വേറെ ഒരു സ്ഥലവുമില്ല. ഹല്ലേലൂയ. മറ്റാർക്കും നമുക്ക് ആശ്വാസം പകരുവാൻ കഴിയുകയില്ല. അല്പസമയത്തേക്ക് കൂട്ടുവിശ്വാസികളോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പാസ്റ്ററോ മറ്റു ആളുകൾ നമുക്ക് അല്പസമയത്തേക്ക് ചില ആശ്വാസ വാക്കുകൾ പറയുവാൻ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം കൊണ്ട് നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിയും. പക്ഷേ അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ. നമ്മുടെ പ്രതിസന്ധി ജീവിതത്തിൽ നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാം ദൈവം, കംഫോർട്ടർ. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പേര് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആശ്വാസദായകനാകുന്ന ഈ പരിശുദ്ധാത്മാവാം ദൈവം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവത്തിന് മാത്രമേ നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിയൂ. ഹല്ലേലൂയ. പലപ്പോഴും അപ്പോസ്തലന്മാരുടെ ജീവിതം നാം ഒന്ന് നോക്കിയാൽ, ഞാനിത് ഈ മെസ്സേജ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് കടന്നുപോയത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം നമ്മൾ ആ 2 കൊരിന്ത്യർ 11-ാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ അതിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെക്കുറിച്ച്, കഷ്ടങ്ങളെക്കുറിച്ച് വളരെ വിസ്താരമായി എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 11-ന്റെ അതിൻ്റെ 23 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഞാൻ 1 കുറവ്, 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്താൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി,
നഗ്നത എന്നീ അസാധാരണ സംഗതികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു. പൗലോസിനോട് ചോദിച്ചാൽ, പൗലോസെ ഇത്രയധികം പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയപ്പോൾ എങ്ങനെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ ഇടയായി എന്ന് ചോദിച്ചാൽ, ഞാൻ നിശ്ചയമായും എനിക്ക് തോന്നുന്നതാണ്. പൗലോസ് പറയും, ആശ്വാസദായകനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആശ്വാസദായകനാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കെൻ്റെ പ്രയാസങ്ങളിൽ, കഷ്ടങ്ങളിൽ, ദുഃഖങ്ങളിൽ, നെടുവീർപ്പുള്ള സമയത്ത്, പലവിധ ആപത്തുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ മാനുഷികമായി നോക്കിയാൽ ഒരിക്കലും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ എനിക്ക് നിലനിൽപ്പാൻ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ആശ്വാസദായകനായ യേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്ന് പൗലോസ് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇവിടെ പാടിയിട്ടുള്ള പാട്ടുണ്ട്, അതിൻ്റെ മലയാളം എന്തു നല്ല സഖി യേശു, ആൻഡ് ഇംഗ്ലീഷ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അത് എഴുതിയ വ്യക്തി അയർലൻഡിലായിരിക്കുമ്പോൾ, അവർ 1800 ആ സമയത്ത്, ഹിസ് ഫുൾ നെയിം ഐ ഫോർഗോട്ട്, ബട്ട് ജോസഫ് ആൻഡ് സെക്കൻഡ് നെയിം ഇസ് ദെയർ. ആ പുള്ളി വളരെ വർഷങ്ങളായി ജീവിതകാല സുഹൃത്തായിരിക്കുന്ന തൻ്റെ സ്നേഹിതരെ വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹത്തലേന്ന് അത് വെള്ളത്തിൽ മുങ്ങി മരിക്കുവാനിടയായി. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് അയർലൻഡിൽ നിന്നും കാനഡയിലേക്ക് പോയി. കാനഡയിലായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് വേറൊരു ജീവിതസഖിയെ കണ്ടുമുട്ടി. അത് കല്യാണം കഴിക്കുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് ആ സ്ത്രീ മരണപ്പെടുവാനിടയായി. അപ്പം അവിടെ ഇരിക്കുമ്പോൾ അയർലൻഡിൽ തൻ്റെ അമ്മ അസുഖം ബാധിച്ച് ഏകദേശം മരിപ്പാറായിരിക്കുന്നതായി അറിഞ്ഞു. അപ്പോൾ തനിക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പൈസയുമില്ല, പോയി കാണുവാൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ജീസസ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ആശ്വസിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യം. ആ പാട്ട് എഴുതിയിട്ട് തൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ആ പാട്ടാണ് നമ്മൾ പാടുന്നത്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്ത് നല്ലൊരു സഖി യേശു. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസദായകനായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ആശ്വാസദായകൻ എന്ന വാക്കിന്, കംഫോർട്ടർ എന്ന വാക്കിന് ഒരർത്ഥം കൂടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബലപ്പെടുത്തുന്നത്. അതിൻ്റെ ആ റൂട്ട് മീനിങ്ങിൽ അതിന് ഒരർത്ഥം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവും കൂടെയാണ്. പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടങ്ങളുടെ മധ്യേ നമുക്ക് നിലനിൽക്കുവാനുള്ള ശക്തി, ബലം പകരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മോട് കൂടെയുള്ള ഈ പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആശ്വാസത്തോടെ നമ്മുടെ പ്രതിസന്ധികളിൽ ബലത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. രണ്ടാമതായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കാര്യസ്ഥൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. ഇംഗ്ലീഷിൽ തന്നെ അഡ്വക്കേറ്റ് എന്ന് പറയാം, കാര്യസ്ഥൻ. പുതിയ നിയമത്തിൻ്റെ ആ കാലഘട്ടത്തിൽ, ആ സമയത്ത്, കാരണം പല കാര്യങ്ങളും അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഇന്നത്തെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കാശ് കൊടുത്ത് ഒരാളെ ആക്കി ആ പുള്ളി നല്ല എന്താ പറയുന്നത്, നമ്മൾ ഫീസൊക്കെ നല്ല പോലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ വാദിക്കുന്ന നമ്മുടെ കേസ്. അങ്ങനെയല്ല ആ സമയത്തെ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ ഒരു വ്യക്തിക്ക് കോർട്ടിലോ അല്ലെങ്കിൽ മറ്റധികാര സ്ഥാനങ്ങളിലോ എന്തെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഈ വ്യക്തിയുടെ വളരെയധികം കഴിവുള്ള ഏതെങ്കിലും ഒരു സ്നേഹിതനുണ്ടെങ്കിൽ
അധികാരസ്ഥാനത്ത് ചെന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു 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 റോളാണ് പുതിയ നിയമ സമയത്ത് ഈ മധ്യസ്ഥൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നൊക്കെയുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അടുത്തൊരു പ്രവൃത്തി, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവാം ദൈവം നമുക്കൊരു കാര്യസ്ഥനെ പോലെ. അതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കും. 2 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം യേശു കർത്താവിനെയും പുതിയ നിയമത്തിൽ നമ്മുടെ ഒരു മധ്യസ്ഥനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനോടൊപ്പം പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഒരു കാര്യസ്ഥനായി അല്ലെങ്കിൽ മധ്യസ്ഥനായി നമുക്ക് കാണുവാൻ കഴിയും. ഈ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിനെ ഒരു മധ്യസ്ഥനായി അല്ലെങ്കിൽ കാര്യസ്ഥനായി അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്ന് വായിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. നമ്മൾ ആക്ച്വലി വി ആർ പ്രിവിലേജ് പീപ്പിൾ. കാരണം നമുക്ക് ഒരേ സമയം 2 മധ്യസ്ഥന്മാരുണ്ട്, 2 കാര്യസ്ഥന്മാരുണ്ട്. ഒന്നെവിടെയാണ്? ഒന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ആ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഈ കാര്യസ്ഥൻ ഇവിടെ പറയുന്നത് എന്താ? ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കുവാൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാം, അപരാധങ്ങൾ കടന്നു വരുന്ന സമയത്ത് അല്ല നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ പിതാവാം ദൈവം നമ്മെ നോക്കി നമ്മെ ശിക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ അപരാധത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ആ പണിഷ്മെന്റ് അല്ലെങ്കിൽ ദണ്ഡ് അയക്കുവാനായി നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധനാകുന്ന ഈ കർത്താവ് യേശു ക്രിസ്തു അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ചിന്തിക്കുന്ന പലപ്പോഴും നമ്മുടെ പാപപ്രവർത്തികൾ കാണുമ്പോൾ കർത്താവ് ദൈവം നമ്മെ ശിക്ഷിക്കുവാനായി ഇങ്ങനെ വിചാരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പുത്രനോട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പുത്രൻ പറയുന്നത്, കർത്താവേ, അങ്ങ് എന്നിൽ കൂടെ ആ വ്യക്തിയെ ഒന്ന് കാണും. എന്നിൽ കൂടെ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മെ നീതിമാന്മാരാക്കുവാൻ വേണ്ടി ആ കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവ് പറയുന്നത് ഇതായിരിക്കും: എന്നിൽ കൂടെ ആ വ്യക്തിയെ ഒന്ന് നോക്ക്, 1 വർഷം കൂടെ ഒന്ന് പോകട്ടെ, ഞാൻ എന്ത് ചെയ്യാം, ഞാനൊന്ന് കിളച്ച് വളമൊക്കെ ഇടാം, ഇതിനകത്ത് ഫലം വരുന്നോന്ന് നോക്കി 1 വർഷം കൂടെ നോക്കാം, ഇല്ലേ? ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്ന, ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ഇവിടെ ആയിരിക്കുന്ന ഒരു പക്ഷേ യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചത് കൊണ്ടല്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതുവരെ നാം ജീവിച്ച ഈ കഴിഞ്ഞകാല ജീവിതമൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ഒരു പുണ്യപ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു പുണ്യപ്രവൃത്തിയും ഇല്ല. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ ആ നീതി നമ്മുടെ മേൽ കണക്കിട്ടു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥതയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധി കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പം ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ച് എപ്പോഴും കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ ഇന്നയോളം നിലനിർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ദിവസം നമുക്കറിയാം പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഇയ്യോബിന് വേണ്ടി വാദിച്ചത് നമുക്കറിയാം. അങ്ങനെ വാദിച്ച സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കടന്നു വന്നിരിക്കാം.
പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചത് കൊണ്ട് മാത്രമാണ് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. നമുക്ക് വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യം വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവാകുന്ന മധ്യസ്ഥനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. റോമാലേഖനം 8-ന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് ആർക്കെങ്കിലും കിട്ടിയോ? ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പോലും ശക്തിയില്ലാതെ പല സമയത്ത് നമുക്കറിയാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം തകർന്ന് തരിപ്പണമായി പോവാന്നൊക്കെ പറയുന്ന പോലെ തകർന്ന് തരിപ്പണമായി നമുക്കിനി ആരും ആശ്രയിപ്പാനില്ല, നമുക്ക് ആശ്രയിപ്പാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ആനന്ദകരമായി ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ഒരു കാര്യസ്ഥനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ കൂടെയിരിക്കുന്ന ഒരു മധ്യസ്ഥനായി നമുക്ക് പരിശുദ്ധാത്മാവാം ദൈവത്തെ കാണുവാൻ കഴിയും. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസികളെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായ ആരുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഉള്ള മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് പലപ്പോഴും നാം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ട വിധത്തിൽ അനുഭവിക്കുവാൻ കഴിയാതെ. പക്ഷെ ദൈവവചനപ്രകാരം ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുകയാണ് ഒരു മധ്യസ്ഥനെ പോലെ. അവസാനമായി ഞാൻ ആ വാക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന വാക്കിൻ്റെ ഒരു വാക്കും കൂടെ ഒരു പ്രയോഗം കൂടെ വായിച്ച് ഇന്നത്തെ ധ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ മൂന്നാമതായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് എ കമ്പാനി, അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഉറ്റമിത്രം. എലോങ്സൈഡ്, അടുത്ത വാക്കതാണ്. എലോങ്സൈഡ് മീൻസ് someone is just beside you. ഒരു മിത്രത്തിന് പോലും നമ്മുടെ ജീവിതത്തിലെ ആർക്കും ഒരു കൂട്ടാളി എന്ന് പറയുന്ന ആർക്ക് പോലും സാധിക്കുവാൻ കഴിയാത്തൊരു സ്ഥാനമാണ് ഈ വാക്കിലൂടെ പരിശുദ്ധാത്മാവാം ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ ഹി ഈസ് ഉറ്റമിത്രം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉറ്റമിത്രമാണ്. ഹല്ലേലൂയ. ഉറ്റമിത്രം. സാധാരണ നമുക്ക് ഈ ലോകത്തുള്ള ഉറ്റമിത്രം എന്നൊക്കെ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്, ഇല്ലേ? പരിമിതിയാണ്. എനിക്കൊരു ഫ്രണ്ടുണ്ട്, നോട്ട് ഹിയർ. വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പഠിച്ച സമയം മുതലേ, പഠിച്ചെന്ന് ഉദ്ദേശിച്ചത് ബൈബിൾ കോളേജിൽ പഠിച്ച സമയം മുതലേ എനിക്ക് പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നുകൊണ്ട് പിന്നെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു. ഭയങ്കര മിത്രമാണ്. പക്ഷേ എവിടൊക്കെ ആ മിത്രത്തിനോട് യോജിച്ച് പോകാൻ അവിടം വരെ ഞാൻ
ആ ഫ്രണ്ട്ഷിപ്പ് കാണത്തുള്ളൂ. അല്ലാത്ത സ്ഥാനത്ത് ഞാൻ അതിനോട് യോജിക്കുന്നത്. അതാണ് ഉറ്റമിത്രമാണെങ്കിലും അതാണ് പരിമിതി, അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ ഉറ്റമിത്രം? ഇനി ഭാര്യ ഭർത്താക്കങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും അതിനൊരു പരിമിതിയുണ്ട്, അതിനപ്പുറം നമ്മൾ പറയാൻ പറ്റത്തില്ല, ഇല്ലേ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, ഉറ്റമിത്രമാണ്. ഹല്ലേലൂയ. ആരാണ് ഈ ഉറ്റമിത്രം? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായ ദൈവം, തൃത്വത്തിൽ ഒരു വ്യക്തിയായിരിക്കുന്ന കർത്താവായ ഈ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏറ്റവും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാവരും തള്ളിയെന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മിത്രം നമ്മുടെ കൂടെയുണ്ട്. സോ ദാറ്റ് വി ക്യാൻ ലീൻ അഗെയിൻസ്റ്റ് ഹിം ഇൻ ഓൾ ദ സിറ്റുവേഷൻസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ചാരുവാൻ, ആ മാറോടൊന്ന് ചാരുവാൻ കഴിയുന്ന ഉറ്റമിത്രമാകുന്ന പരിശുദ്ധാത്മാവാം ദൈവം ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊപ്പമുണ്ട്. ആ യാഥാർത്ഥ്യം ഒരിക്കലും മറന്നുപോകരുത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് യേശുവിനെ അറിയുവാനായി ഇറങ്ങിത്തിരിച്ചു. എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ ഭാവി എന്താണ്? നാളെ എന്തായിത്തീരും എന്നുള്ള ആകുല ചിന്തകളാൽ നാം ചിന്തിച്ചു വലയുമ്പോൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഉറ്റമിത്രമായി നമ്മോടൊപ്പം പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതം പ്രിയ മക്കളെ, ആനന്ദത്തോടെ, പ്രതിസന്ധിയിലും ആനന്ദിക്കുവാൻ, പ്രയാസങ്ങളുടെ മധ്യത്തിലും ആനന്ദത്തോടെ ദൈവിക ശക്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാൻ ഒരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മുടെ കൂടെയില്ലെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഒരു കമ്പാനിയനായി, ഉറ്റ മിത്രത്തെക്കാൾ ഉപരിയായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. My question: are you worried, depressed, going difficult situation? നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരാശയിലൂടെ, പ്രതിസന്ധിയിലൂടെ ആരെ സഹായിക്കുമെന്ന ചിന്തയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, just tell the Paraclete, പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് പറ, കർത്താവേ, you come as a comforter to me. ആശ്വാസദായകനായി എൻ്റെ അടുക്കൽ വരണമേ. എൻ്റെ അടുക്കൽ ഒരു കാര്യസ്ഥനായി എൻ്റെ ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടെ ഇരിക്കണമേ. ഒരു കമ്പാനിയനായി, ഉറ്റമിത്രത്തെക്കാൾ ഉപരിയായി എൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമോ? ആ പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് ഒന്ന് സംസാരിക്കാമോ? നമ്മുടെ ആദരങ്ങളെ തുറന്നുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് ആ കർത്താവിനോടൊന്ന് പറയുവാൻ കഴിയുമോ?